ചിപ്പോ ഹലോ ഗായ്സ്, നമ്മൾ ഇന്നലെ പോകുന്നത് ചിപ്പോ സൗദി പാലം കാണാനാണ് ഗായ്സ് നമ്മൾ പോകുന്നത്. ചിപ്പ് വന്നിട്ട് ഇതുവരെ സൗദി പാലം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. നമ്മൾ അതുകൊണ്ട് സൗദി പാലം കാണാൻ വേണ്ടി നമ്മൾ ബഹ്റൈനിന്ന് നമ്മളെ ബോർഡർ കടന്ന് സൗദി പാലം കാണാൻ പോവുകയാണ് ഗായ്സ്. ഇവിടെ നിന്ന് 10 മിനിറ്റേ ഉള്ളൂ സൗദി കടക്കാൻ, അതായത് സൗദിയിലെ എൻട്രി മെയിൻ പാലം കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ മെയിൻ ചെക്ക് പോസ്റ്റിലേക്ക് ഇങ്ങനെ പോവുകയാണ് ഗായ്സ്. നമ്മളെ സൗദിയിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് ഇത്. പോസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് എന്താ പറയണ്ട, ഇവിടുന്ന് ആദ്യം സൗദി പാലത്തിലേക്ക് നമുക്ക് സൗദി എൻട്രി ആണിത്. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം ഗായ്സ്, സൗദിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള പാസ് എടുക്കണം. അത് ഇവിടുന്ന് നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് നോക്കാം എങ്ങനെയായതെന്ന് പാസിന്റെ അവസ്ഥ ഗായ്സ്. നമുക്ക് ആദ്യം പാസ് എടുക്കണം ഇവിടുന്ന്. അത് ആദ്യം നമ്മൾ നോക്കിയിട്ട് എടുക്കുകയാണ് ഗായ്സ് പാസ്. നമുക്ക് നോക്കാം എങ്ങനെയായതാണെന്നുള്ള. ഓക്കെ, ഇതാണ് സൗദിയിലേക്ക് പോകുന്ന നമ്മളെ കവാടം ഗായ്സ്. ഇവിടെ നമുക്ക് പാസ് എടുക്കണം ഗായ്സ്. നമുക്ക് നോക്കാം. ഐ വാണ്ട് ഗോ ബീച്ച് സൗദി 2 ദിന 225 റിയാല്. അപ്പൊ നമ്മള് സൗദി റിയാൽ 25, ബഹ്റൈൻ 2.5. ഇതാണ് സൗദി പാലം ഗായ്സ്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് സൗദി പാലം. നമ്മളങ്ങനെ ഇപ്പോൾ സൗദിന്റെയും ബഹ്റൈന്റെയും നടുക്കാണുള്ളത്. ഇപ്പൊ സൂര്യനായോണ്ട് നിങ്ങൾ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ സംഭവമാണ് ഗായ്സ്. ഇത് മൊത്തം കടലും ഇത് ഫുള്ള് കടലാണ് ഗായ്സ്. അങ്ങത്തോളം കടലാ. അത് എത്രയോ ലോങ്, എത്ര ലോങ് ഉണ്ടെന്ന് എനിക്കറിയില്ല. അത്ര മാത്രം ലോങ് ഉണ്ട് ഗൈസ് ഈ പാലം. നിങ്ങളിപ്പോ കാണുന്ന ഈ പാലം കാണുന്നതാണ് സൗദിന്റെ ബോർഡർ, അതായത് സൗദിന്റെ കോസ്റ്റ് വേ അങ്ങ് ദൂരെ കാണുന്നത്. അപ്പൊ നമ്മളിനിപ്പോ അവിടുന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവിടുന്ന് റിട്ടേൺ അടിക്കണം നമുക്ക് ഇങ്ങോട്ടേക്ക്. അത് വേറെ ലെവലാണ് ഗൈസ്. കണ്ട 2 സൈഡിനും കടലാണ്. കടലിന്റെ നടുക്കൂട്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ വൈബാണ്. സൗദിന്റെയും ബഹ്റൈന്റെയും ബോർഡർ ഇതാണ്. സൗദി ബഹ്റൈൻ. മറ്റേതേതാ സംഭവം, ഏതാ സ്ഥലമാണ് കണ്ട. നല്ല വെറൈറ്റി സ്ഥലമുണ്ട് ഗൈസ്. നമുക്കിനി അങ്ങോട്ട് പോകാൻ കഴിയോ സംശയമാണ്. നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് അടിക്കേണ്ടി വരും മിക്കവാറും. അങ്ങോട്ട് പോകല്ലേ. നമുക്കിതാ ഇവിടെ നല്ല പാർക്ക് കാര്യങ്ങൾ അങ്ങനത്തെ സെറ്റപ്പെല്ലാം ഉണ്ട് ഗൈസ്. ഇതാണ് സൗദിന്റെ ബോർഡറാണ് ഗൈസ്. ഇതാണ് സൗദിന്റെ ചെക്ക് പോസ്റ്റ് ഗൈസ്. നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ അലോഡ് ഇല്ല. നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് അടിക്കണം. ഇതാണ് സൗദിന്റെ ചെക്ക് പോസ്റ്റ് ഗൈസ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല. അവിടുന്ന് നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് അടിച്ചിട്ട് പോകണം നമ്മൾ. പിന്നെ ഇതുണ്ടോ നിങ്ങൾ, ഇതാണ് സൗദിന്റെ കവാടം ഗൈസ്. ഇവിടെ നിന്നാണ് എല്ലാ വണ്ടികളും സൗദിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് സൗദിയിലേക്ക് പോകും. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഇപ്പുറത്തെ എക്സിറ്റ്. അപ്പോൾ ഇതാണ് സൗദിന്റെ ചെക്ക് പോസ്റ്റ് ഗൈസ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് ഇതുണ്ടോ, ഇത് പിന്നെ ബഹ്റൈനിലേക്ക് വരുന്നതാണ്. ബഹ്റൈനിലേക്ക് വരുന്ന സൗദിന്റെ എക്സിറ്റ് ആണ് ഗൈസ് നിങ്ങളിപ്പം കാണുന്നത് ഇത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് നമ്മൾ ബഹ്റൈനിലേക്ക് വീണ്ടും അങ്ങോട്ടേക്ക് പോകും ഗൈസ്. ഇതാണ് ബഹ്റൈനിലേക്ക് പോകുന്ന എക്സിറ്റ്. കടൽക്കര നമുക്ക് ഇവിടുന്ന് കാറ്റെല്ലാം കൊള്ളാം ഗൈസ്. ഇപ്പോൾ നമ്മളുള്ളത് സൗദിന്റെയും എന്താ പറയണ്ട സൗദിന്റെ ബോർഡറിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ ബഹ്റൈനിന്ന് അങ്ങ് ബഹ്റൈൻ ബോർഡർ കടന്ന് നമ്മൾ സൗദി ബോർഡറിലെത്തി ഗൈസ്. സ്ഥലം എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല, വേറെ ലെവല്. ബഹ്റൈനിലുള്ളവരെന്തായാലും ഈ കോസ്റ്റ് വേയിൽ വരണം, ബഹ്റൈൻ കോസ്റ്റ് വേയിൽ വരണം. അവിടുന്ന് 2.5 ദിനാറിന്റെ ടിക്കറ്റ് എടുക്കുക ബഹ്റൈൻ കോസ്റ്റ് വേന്ന്. സൗദി കോസ്റ്റ് വരെ നമുക്ക് വരാം. നമുക്ക് അങ്ങോട്ട് സൗദിയിലേക്ക് കടക്കണമെങ്കിൽ വിസ എടുത്ത് നമുക്ക് കടക്കാൻ പറ്റും. പക്ഷെ എല്ലാതെയും നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും തിരിച്ചങ്ങ് പോവാം. നല്ല രസമുണ്ട്. അപ്പോൾ നിനക്ക് നോർമലി ഇത് ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ ഒരു മൊമെന്റ് ഇഷ്ടപ്പെട്ടോ? നീ ഹാപ്പി ആണോ? അപ്പോൾ നമ്മൾ നല്ല കാഴ്ചകളായിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മളെ ചാനല് ചിപ്പു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഗൈസ്. എന്നെയും ചിപ്പുവിനെയും സപ്പോർട്ട് ചെയ്യുക. അത് നമ്മളെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ മനോഹരമായിട്ടുള്ള കാഴ്ച കാണണമെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനലിൽ കയറുക.
രണ്ടാമത് നിങ്ങൾ വരേണ്ട സ്ഥലം തന്നെയാണ് ഗൈസ്. വേറെ വൈബ് എന്ന് പറഞ്ഞാൽ വേറെ വൈബാണ്. 2.5 ടിക്കറ്റിനുള്ളൂ. അത് എത്ര ആകും വരാം, നോ ഇഷ്യൂ. അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ. സെറ്റ് വ്യൂ ആണല്ലേ? ആ, ഒരു വേറെ തന്നെ വേറൊരു ലെവലാണ് ഗൈസ്. അതായത് നിങ്ങൾ കണ്ടോ, ഇതാണ് സൗദി ആൻഡ് ബഹ്റൈൻ. അതായത് അങ്ങനെ വരുന്നത് സൗദിയിലേക്ക് വരുന്നതാണ്, ഇങ്ങനെ തിരിച്ചു പോകുന്നത് ബഹ്റൈനിലേക്കാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെ ഈ കടൽ കണ്ടോ ഗൈസ്, ഈ കടലിൻ്റെ, അതായത് ഈ കടലിൻ്റെ നടുക്കൂട്ടിയാണ് അത്രയും ദൂരം. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്കറിയില്ല. അത്ര കിലോമീറ്റർ കണക്കിനാണ് ഗൈസ് ഈ കടലിൻ്റെ നടുക്കൂട്ടി പാലത്തിൻ്റെ മുകളിലൂട്ടെ ഈ വാഹനങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ ഒരു വേറെ തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഏരിയ ഗൈസ്. ഇവിടെ വന്നതിന് നമ്മൾ നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട്, പള്ളിയുണ്ട്. അപ്പോൾ ഇപ്പുറം തന്നെയാണ് കോസ്റ്റ് വേ, അതായത് സൗദിൻ്റെ കോസ്റ്റ് വേ. വാച്ച് തന്നെയാണ് ഗൈസ് ഈ ഏരിയ. ഒരു വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വരുമോ അല്ല ചിപ്പോ? തീർച്ചയായിട്ടും വന്നിട്ട് കാണേണ്ട സ്ഥലം തന്നെയാണ് ഗൈസ്. കണ്ടോ, നിങ്ങൾ കണ്ടോ, ബേക്ക് കണ്ടോ? വാ, മനോഹരം പിടിച്ച കട്ടല് പോലെയാണ് നമ്മളെ ഈ ബഹ്റൈനായുള്ള രാജ്യം. അതായത് കട്ടൽ പോലെ അങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട്. സൗദിയിൽ നിന്ന് വരുന്ന കണ്ടെയ്നർ വരുന്ന പിന്നെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്നത്, അത് സൗദിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് എൻട്രി ചെയ്തിട്ട് വരുന്ന വണ്ടികളാണ് ഗൈസ്. ഇതെല്ലാം കണ്ടോ, സൗദിയിൽ നിന്ന് വരുന്ന കോസ്റ്റ് വേണം ബഹ്റൈനിലേക്ക്. അപ്പോൾ ഇത് ബഹ്റൈനിലേക്ക് എൻട്രി ആണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഗൈസ് സൗദി എൻട്രി, സൗദിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ 2 കോസ്റ്റ് ആണ്. ഇതിൻ്റെ അപ്പുറമാണ് സൗദി, ഇതിൻ്റെ ഇപ്പുറം നമ്മൾ ബഹ്റൈൻ. പള്ളി കാര്യങ്ങൾ, റെസ്റ്റ് എടുക്കേണ്ട പള്ളി, മീൻസ് നിസ്കരിക്കുക നമുക്ക്. പിന്നെ ലേഡീസിനുള്ള നിസ്കരിക്കാനുള്ള സംവിധാനമുണ്ട്. ഇത് പിന്നെ റെസ്റ്റോറൻറ്റ്, പിന്നെ ഇവിടെ ആടിൻ്റെ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം എടുക്കേണ്ട ഓപ്ഷനുകളെല്ലാം ഉണ്ട്. അതായത് സൗദിയിലേക്ക് പോകുന്നതാണെങ്കിലും സൗദിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരുന്നതാണെങ്കിലും ഇവിടെ ഇൻഷുറൻസ് എടുക്കേണ്ട ഓപ്ഷനെല്ലാം ഉണ്ട്. ഓരോ കോസ്റ്റ് വേന്നും നമുക്ക് എടുക്കേണ്ട ഓപ്ഷനുകളെല്ലാം ഉണ്ട് ഓരോ കോസ്റ്റ് വേ കടക്കുമ്പോൾ. സൗദി പോകുന്നവർ പിന്നെ പ്രശ്നമില്ല. ബഹ്റൈനിലുള്ളവരാണെങ്കിൽ സൗദി കോസ്റ്റ് വരെ വന്നാൽ നിങ്ങൾക്ക് കാണാനുള്ളതെല്ലാം ഗൈസ്. നല്ല അടിപൊളി വൈബ് ഉണ്ട് ഗൈസ്. പാലത്തിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ ചരിത്രങ്ങളൊന്നും എനിക്കറിയില്ല. മീൻസ് സൗദിൻ്റെയും ബഹ്റൈൻ്റെയും എനിക്കൊന്ന് GCC തന്നെ ഏറ്റവും വലിയ പാലം എന്ന് പറയുന്നത് എനിക്ക് തോന്നി ഈ പാലമായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അതായത് ഈ സൗദിൻ്റെയും ബഹ്റൈൻ്റെയും പാലം അതൊരു 1.5 പാലാണ് ഗൈസ്. പാലത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അങ്ങത്തോളം ഉണ്ട്. അതായത് അത്ര മാത്രം ഉണ്ട് ഗൈസ് ഇതിൻ്റെ ലെങ്ത്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. ഇതെല്ലാം ബൈ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നമ്മളിതാ ബഹ്റൈൻ കോസ്റ്റ് വേയിലേക്ക് പോവുകയാണ്. സൗദി കോസ്റ്റ് വേ, ബഹ്റൈൻ കോസ്റ്റ് വേ. സോ അതായത് നേരത്തെ കണ്ടത് ഇത് സൗദിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് പോകുന്ന കോസ്റ്റ് വേ ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇതിപ്പോൾ ഇനി നമ്മൾ നേരെ ബഹ്റൈൻ എൻട്രി ആയി ഗൈസ്. നേരത്തെ കണ്ടത് ഇതണ്ട, ഇതെല്ലാം പിന്നെ ബഹ്റൈൻ, ഇത് ഇൻഷുറൻസ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻഷുറൻസിൻ്റെ. അതായത് ഇപ്പോൾ സൗദിയിലേക്ക് പോകുന്നതാണെങ്കിൽ ഇവിടെ നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. എന്നിട്ടാണ് നമ്മളെ ബഹ്റൈൻ കോസ്റ്റ് കഴിഞ്ഞിട്ട് സൗദി കോസ്റ്റുവിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബഹ്റൈനിലെത്തി ഗൈസ്. ഇതാണ് നമ്മൾ ബഹ്റൈൻ.